മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ ഒന്നുമില്ല, 7 മണി ആയിട്ടുണ്ട് എണീറ്റ്. അപ്പം എഴുന്നേറ്റ് ആദ്യമൊന്നും കുഴപ്പമില്ല, ഇപ്പം നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നോക്കൂ, പച്ചപ്പും ഹരിതാപയും. മഴ മാറുന്ന സമയത്ത് മരുന്നടിക്കാന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്നിട്ട് ഞങ്ങൾ നേരെ പല്ല് തേക്കാൻ വന്നിട്ട് ഇന്നും അവനാണ് പല്ല് തേക്കണേ. സ്വയം പല്ല് തേക്കുന്നത് ഇഷ്ടം. പിന്നെ രാത്രിയിലും ഞാൻ തേച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് ഞങ്ങൾ നേരെ അടുക്കളയിലിട്ട് വന്നേ. പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്, അത് തിളച്ചു. ഞങ്ങളുടെ പ്ലാൻ വീണ്ടും ചേഞ്ച് ചെയ്തു കേട്ടോ. ആദ്യം പാല് കാച്ചാന്ന് കരുതിയതാണ്, പിന്നെ ഞങ്ങൾക്കൊരു ചായ കുടിക്കാനൊരു മൂഡ്. അങ്ങനെ ചായ ഇടാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ചായ ഇടാൻ വെച്ച് തേയിലയൊക്കെ കുഞ്ഞാണ് ഇട്ടിട്ടായിരുന്നത്. ഇന്നാണ് ചെറുക്കൻ്റെ മൂഡും ശരിയല്ലായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റിടം മുതൽ വഴക്കായിരുന്നു. അവന് JCB വേണം, എക്സ്കവേറ്റർ വേണം, ഇങ്ങനെ അങ്ങ് തുടങ്ങുമായിരുന്നു. പിന്നെ ഒരുവിധം പിന്നെ അടുക്കളയിൽ നിന്ന് പിന്നെ മാറത്തില്ല. എത്ര നേരം ഞാൻ അടുക്കളയിലുണ്ടോ അത്രയും നേരം അവനും അടുക്കളയിൽ കാണും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ച് അവന് ഒരു ഗ്രീൻ കപ്പുണ്ട്, അവൻ അതിൽ വേണം ചായ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഇത്തിരി ചായ കൊടുക്കും കേട്ടോ. ഒത്തിരി ചായ ഒന്നും കൊടുക്കത്തില്ല, കാരണം ശീലമാക്കത്തില്ല. എനിക്കും ചായ കുടിച്ചുള്ള ശീലങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അവനെ അത് പഠിപ്പിക്കാതെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ, ചായയൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പതിവ്, അങ്ങനെയാണ്. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. കാര്യം പറയുന്നത് ഒക്കെ നമ്മളങ്ങ് സ്കിപ്പാക്കും. അതായത് കുറേ നേരം ഇരുന്നിട്ട് കാര്യം പറയുന്നത്, അതിന് ടൈം കിട്ടൂല. Roly poly, roly poly, up, up, up. Roly poly, down, down, down. Roly poly, in, in, in. Roly poly, out, out, out. അങ്ങനെ കുറേ നേരത്തെ കത്തിയടിക്ക് ശേഷം ഞാൻ പിന്നെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. ദക്ഷുവിനാണെ പച്ചക്കറി ഇങ്ങനെ വലുതായിട്ടിരുന്ന് കഴിഞ്ഞാൽ അവൻ്റെല്ലാം പറക്കിക്കളയും. അതിന് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്, അത് അവൻ കളയൂല. അതിന് നൈസായിട്ടിരിക്കുന്നതുകൊണ്ട് അവൻ ശ്രദ്ധിക്കൂല പെട്ടെന്ന്. അതുകൊണ്ട് ഉള്ളി അങ്ങനെ തന്നെ ആക്കി കേട്ടോ. ഉള്ളി ഇത്തിരിയെങ്കിലും വലുതാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നുള്ളിപ്പറക്കി മാറ്റി വയ്ക്കും. അതിനെ ഗ്രേറ്റ് ചെയ്തിടുവാനേ അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ച് കടുവൊക്കെ വറുത്ത് ഉപ്പുമാവ് അടപ്പത്തോട്ടാക്കി. നമുക്കാണെങ്കിൽ നേരത്തെ കാപ്പി കുടിച്ചിട്ട് ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് ബാർബർ ഷോപ്പിൽ പോകണേ, മുടി വെട്ടിക്കണം. കൊച്ചിൻ്റെ മുടി ഇത്തിരി വളർന്ന്, അവന് മുടി വളർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഈർഷ്യയാണ്. അതായത് പെട്ടെന്ന് ചൂട് കൊള്ളിയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കരുതി മുടി അങ്ങ് വെട്ടിക്കാമെന്ന് കരുതി. ഇനിയിപ്പം നാളെ തിങ്കളാഴ്ച, അപ്പം പിന്നെ പറ്റത്തില്ല. തിങ്കൾ തൊട്ട് വെള്ളി വരെ നമ്മൾ വെട്ടാൻ പോകുന്നു, നമ്മൾ ടൈമുണ്ടല്ലോ. അങ്ങനെ വെച്ചിട്ടൊക്കെ ഒന്ന് കുളിപ്പിച്ചാൽ മതി. അതൊക്കെ കരുതിയിട്ട് നമ്മൾ നേരത്തെ കാപ്പി ഉണ്ടാക്കുന്നത്. അതിന് കാപ്പി ഉണ്ടാക്കാൻ കരുതാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി നല്ല ലേറ്റായിരിക്കും, കാരണം കുറേ ആൾക്കാർ കാണും. അതുകൊണ്ട് വിശന്നു പോകാൻ ആ സമയമാകുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഉപ്പുമാവൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് കരുതിയ. ഉപ്പുമാവിനോട് പഴമൊന്നുമില്ല കേട്ടോ, പഞ്ചസാരയാണ്. എനിക്ക് പഞ്ചസാര കൂട്ടി ഉപ്പുമാവ് തിന്നുന്നത് ഇഷ്ടമാണ്, ചൂടോടെ കഴിക്കുന്നത്. പിന്നെ തരിതരിയായിട്ടുള്ള ഉപ്പുമാവ് എനിക്കിഷ്ടമല്ല. ഇച്ചിരി കട്ടയായിട്ടിരിക്കുന്ന ഉപ്പുമാവാട്ടോ ഇഷ്ടം. ഇച്ചിരി കുഴഞ്ഞിട്ടിരിക്കുന്നത്, വെള്ളം കൂട്ടിരിക്കുന്നതല്ല ഇഷ്ടം, ഇത്തിരി കുഴഞ്ഞിട്ടുള്ള അത് കഴിക്കുന്നത് ഇഷ്ടം. ദശുവിന് ഇച്ചിരി പഴമൊക്കെ കൂട്ടി ഉപ്പുമാവ് കൊടുക്കാനാണ് കുഞ്ഞ് പൊതുവേ കഴിക്കാറുള്ളത്. പക്ഷേ ഇന്നലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ ഉരുള ഉരുട്ടി അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ അവനിങ്ങനെ നുള്ളിപ്പറക്കി തിന്നുന്ന കണ്ടിട്ട് പിന്നെ അരി വെള്ളത്തിലിടാനും ഞാൻ മറന്നുപോയി. അതാണ് മെയിൻ കാരണം ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള. എനിക്ക് അരി ഉഴുന്ന് വെള്ളത്തിൽ എന്തോ ഒരു ഭയങ്കര കെറുവാണ്, അതങ്ങ് മറന്നുപോയി. എന്നാൽ പിന്നെ ഉപ്പുമാവ് വേറെ ഓപ്ഷനൊന്നുമില്ല, അതുകൊണ്ട് ഉപ്പുമാവ് തന്നെ ആക്കാമെന്ന് കരുതി. അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ദക്ഷിണ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ഞാനിങ്ങനെ ഉരുള ഉരുട്ടിയായിട്ടോ കൊടുക്കുന്നത്. അതാകുമ്പോൾ പിന്നെ പുള്ളി ചോറ് കഴിക്കുന്ന കൂട്ടം കഴിച്ചോളും. ഇങ്ങനെ പച്ചക്കറി ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഗുണമുണ്ട് കേട്ടോ. ഒന്ന് നുള്ളി പറക്കി കളയാനൊക്കത്തില്ല കൊച്ചിന്, അതങ്ങ് കഴിച്ചു പോകും. അറിയാണ്ട് ഒന്ന് വേർതിരിച്ചൊന്നും വെക്കൂല, അതങ്ങ് കഴിച്ചോളും. അപ്പോഴത്തേക്കും നമ്മുടെ അവിടെ നല്ല വെയിലായി കേട്ടോ. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. 8 മണി 8:15 ആയതേ ഉള്ളൂ. ഭയങ്കര വെയിലായി. നമ്മുടെ അടുക്കളക്കകത്തൊക്കെ നന്നായിട്ട് വെയിലടിക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വെയിലടിക്കുന്നത്, കാരണം നല്ല വെട്ടമായിരിക്കുമല്ലോ അടുക്കളയിൽ.
അങ്ങനെ അടുക്കളയോട് നല്ല വെട്ടമടിക്കുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഈ ഗ്യാസൊക്കെ ഞാൻ ഇവിടെ പൊക്കിക്കൊണ്ട് വെച്ചേക്കുന്നത്. കാരണം മെയിൻ അടുക്കളയിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും വെട്ടമടിക്കുകയില്ല. പിന്നെ ഇതിൻ്റെ വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി താന്നാണ് ഇരിക്കുന്നത്. കാരണം ഗ്യാസ് വെക്കാനുള്ള സംഭവമല്ലേ, ഇവിടെ അരകല്ല് വെക്കാനുള്ള സ്പേസാണ്. ഞാൻ അവിടെയാണ് ഗ്യാസ് തിരികെ വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ, താന്ന് കിടക്കുക, ഒത്തിരി കുനിഞ്ഞൊക്കെ ഇരിക്കണം, എന്നാലും എനിക്ക് ഇഷ്ടമില്ല. അപ്പം നന്നായിട്ട് വെട്ടമടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് മാറ്റാനും പോയില്ല, അവിടെ തന്നെ അങ്ങ് വയ്ക്കത്തേ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും ഹാളിലോട്ടൊക്കെ ഹാളിൽ വന്നിട്ട് സംഭവങ്ങൾ ലൈറ്റൊക്കെ വന്നിട്ട് എല്ലാം ഒന്ന് ഒതുക്കി മാറ്റുകയാണ്. മൊത്തം കളിപ്പാട്ടമാണ്, ആ സെറ്റ് മൊത്തവും കളിപ്പാട്ടമാണ്. അതായത് ഉള്ള കളിപ്പാട്ടം മുഴുവൻ ടാങ്കർ ലോറി, മിക്സർ, ഡംബർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അതിനോടാണ് ക്രേസ്. JCB ഒക്കെ അതാണ് പുള്ളിക്ക് ഇഷ്ടം. അതിന് ചുറ്റും ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ ഒരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ പിന്നെ കുറേ നാൾ അതുകൊണ്ടങ്ങ് നടന്നോളും കേട്ടോ. അതിന് പെട്ടെന്നൊന്നും നശിപ്പിച്ച് കളയത്തതേ ഇല്ല. അതുകൊണ്ട് മേടിച്ച് കൊടുക്കാൻ നമുക്ക് മടിയൊന്നും തോന്നത്തില്ല. അങ്ങനെ കൊച്ചവിടുന്ന് കളിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഞാൻ TV ഒക്കെ ഇടുന്നുണ്ട്. അതാകുമ്പം TVയും കണ്ട് ഉപ്പുമാവും കഴിക്കുക. അല്ലെങ്കിൽ ഉപ്പുമാവ് കഴിക്കാൻ ഇത്തിരി മടിയൊക്കെ ഉണ്ട് കൊച്ചിന്. അതുകൊണ്ട് ഞാൻ TV ഒക്കെ ഇട്ട് കൊടുത്തത്. അതാകുമ്പോൾ ഷിൻചാൻ അവൻ്റെ ഫേവറേറ്റ് ഒരു കാർട്ടൂണാണ്. അതും കണ്ടുകൊണ്ടിരുന്നങ്ങ് കഴിച്ചോളൂ. ഇപ്പം എന്നോട് പറയുന്നുണ്ട്, അമ്മ ഉപ്പുമാവ് വേണ്ട എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനങ്ങനെ പറഞ്ഞാലും ഞാൻ കൊടുക്കും കേട്ടോ. എങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാതെ എണീക്കത്തില്ല ഇവിടുന്ന്. പിന്നെ കുറേ അവന് വായിക്ക് ചുറ്റും ഒന്നും ഇങ്ങനെ കഴിക്കണ സാധനങ്ങൾ പറ്റിയിരിക്കുന്നത് ഇഷ്ടമേ അല്ല. അത് സമ്മതിക്കത്തില്ല, എപ്പോഴും തുടച്ചിരിക്കും. പിന്നെ കഴിക്കണമെങ്കിൽ ആ ഇരിക്കുന്ന ടാങ്കർ ലോറിയുടെ ആ മണ്ടയ്ക്കത്തെ സംഭവം, ടാങ്കർ ലോറിയിലല്ല മിക്സർ, അതിൻ്റെ മിക്സ് ചെയ്യണ സംഭവം മിസ്സിങ് ആണ്. അതവൻ്റെ ബക്കറ്റിൽ കിടക്കുക. അതൊക്കെ എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞു. ഞാനത് എടുക്കാൻ പോയപ്പോൾ എൻ്റെ പുറകെ അവൻ ചാടി. അവൻ ഒറ്റയ്ക്ക് ഇരിക്കത്തതേ ഇല്ല. എന്തോ പേടിയാണെന്ന് തോന്നി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ. ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ കാണും കൊച്ചു. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് എന്തായാലും മുക്കാൽ മണിക്കൂറൊക്കെ എടുത്ത് അതൊന്ന് കഴിച്ച് തീർക്കാൻ. അത്രയും നേരം ഇരുന്ന് എന്തായാലും അതൊക്കെ കൊടുത്തേട്ടാ. എന്നിട്ട് ഞാൻ പറയുകയാണ്, എളുപ്പം കഴിക്കും, നമുക്ക് മുടി വെട്ടാൻ പോകണം, അമ്മ വേറൊരു സ്ഥലം കാണിച്ചു തരാം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റെഡിയതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് 1-2 കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞ്. കുഞ്ഞമ്മയ്ക്ക് അമ്പലത്തിൽ പോകണം. അപ്പം നമ്മൾ മുടി വെട്ടാൻ പോണ വഴിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ റെഡി ആവുന്നു കേട്ടോ. ഞാനും കഴിച്ചു. കൊച്ചിന് കൊടുത്തിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കഴിച്ചേ. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പോകാനും വേണ്ടി ഇറങ്ങാം കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ ഒരു വല്ലാത്ത കാലാവസ്ഥയായിരുന്നു കേട്ടോ. ആദ്യം രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി. അപ്പോൾ ഞാൻ കരുതി നല്ല വെയിലായിരിക്കും, അപ്പം കുഴപ്പമൊന്നുമില്ല, തുണിയൊക്കെ അലക്കിയിടാന്ന്. അങ്ങനെ വിചാരിച്ചില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴയായി കേട്ടോ. അങ്ങനെ നിൽക്കുകയായിരുന്നു. മഴ പെയ്യും വെയിലാവും, മഴ പെയ്യും വെയിലാവും. പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണേ. ഇറങ്ങുന്ന നേരം പുള്ളി ഷൂവേ ഇട്ടുകൊണ്ട് എല്ലായിടത്തും പോകത്തുള്ളൂ. ചപ്പലൊന്നും ഇടാൻ സമ്മതിക്കത്തില്ല. അവന് ഷൂ തന്നെ വേണം. അതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പോകട്ടെ. നമ്മുടെ വണ്ടിയിലാണ് പോണേ, 2 വീലറിലാണ് പോണേ. അന്നേരം മഴ പെയ്തിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ കയറി ഇരുന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ പോണ വഴിയിൽ മഴ പെയ്ത് അവിടുന്ന് ഒരു വീട്ടിലോട്ട് ഇങ്ങനെ കയറി ഇരുന്ന് അങ്ങനെയൊക്കെയാണ് പോയത് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുരയ്ക്കുന്നത് നമ്മുടെ വീട്ടിലെ പട്ടിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. 2 പട്ടിക്കുഞ്ഞുങ്ങളല്ല, അച്ഛനും അമ്മയാണ്, വലിയ പട്ടികളാണ്, റോക്കി മിക്കി. അവരെ കുരച്ചുകൊണ്ടിരിക്കുന്നേ. നമ്മൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞമ്മ അമ്പലത്തിൽ ഇറക്കി ATM-ലും കിട്ടി നേരെ ബാർബർ ഷോപ്പിലെത്തി കേട്ടോ. അവിടെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു മണിക്കൂറോളം ഞങ്ങളവിടെ നിന്ന്. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ വിളിക്കുന്നു, കുഞ്ഞമ്മ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയട്ടെ. അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ പിന്നെ എന്തായാലും ക്യൂവിലാന്നല്ലോ, കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ചിട്ട് വരാമെന്ന്. ഇത് മലനാട് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലത്തെ വയലാണ്. ഞാനൊരു 29 കൊല്ലമായി ഈ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട്. 29 കൊല്ലമായിട്ട് നമ്മളിവിടെ തന്നെയാണ്, ജനിച്ചന്ന് തൊട്ട്. വീടൊന്നും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്തൊന്നും പോകേണ്ടി വന്നിട്ടില്ല. എല്ലാം ഇടയ്ക്കാട്ടി കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അത്രയും നാളായിട്ട് ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല. അതായത് അമ്പലത്തിൽ വരും, തൊഴും, ആ മണ്ടയ്ക്കത്തെ ആ കുന്നുപോലില്ലേ അവിടെയൊക്കെ നിൽക്കും. അന്ന് എനിക്ക് ഈ ഒരു റോഡ് വഴി ഇങ്ങോട്ട് കയറിയിട്ടില്ല. എന്നാൽ ഇതാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അനുഗ്രഹിച്ചങ്ങ് കൊടുത്തേക്കാണ്. അത്രയ്ക്ക് നല്ല രസമാണ് ഇവിടെ കാണാൻ. ആ നെല്ലെല്ലാം കൂടി ഇങ്ങനെ ആ കളർ തന്നെ അങ്ങ് എന്തോ എൻ്റെ ഫേവറേറ്റ് ഗ്രീനായിപ്പോയി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. അത്രയ്ക്ക് നല്ല കളറായിരുന്നു. ദക്ഷുവിൻ്റെ ആഗ്രഹപ്രകാരമുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാരണം ഞങ്ങൾ കുഞ്ഞമ്മയെ കൊണ്ടുവിട്ടിട്ട്
അങ്ങോട്ട് വരുന്ന വഴി ഈ വയൽ കണ്ടപ്പോഴാണ് കേട്ടോ ഈ കൊച്ചിന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ ആഗ്രഹം. വീട്ടിൽ വെച്ച് എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് കൊണ്ടുവരണമെന്ന്. പിന്നെ അത് ഞാനങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റി. പക്ഷേ നമുക്ക് സമയം കിട്ടി. പക്ഷേ ഇപ്പോഴായിരിക്കും അതിനുള്ള ശരിയായ ടൈമിങ്. അതുകൊണ്ടായിരിക്കും വന്നത്. ഒത്തിരി നേരം ദക്ഷിണ ഞങ്ങൾ കൗതുകം. അതിനകത്ത് മീനുണ്ട്, അമ്മ ചൂണ്ട മേടിച്ചതാ, ഞാൻ മീനെ പിടിക്കട്ടെ, ഇങ്ങനെയൊക്കെയുള്ള സംസാരമായിരുന്നേ. പിന്നെ കുറേ ആൾക്കാരാണെങ്കിൽ അവിടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. ഡേറ്റിനും ഇങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അതാ കാണുന്നതാണ് കേട്ടോ മലനട അമ്പലം. എൻ്റെ ദൈവം, കുഞ്ഞമ്മയോട് പറയുന്നത് കുഞ്ഞമ്മയ്ക്കാണ്ട് ഈ പരിസരത്തൊക്കെ താമസിക്കാനാണ് ആഗ്രഹം, ഇങ്ങനെയുള്ളടത്ത് താമസിക്കണം, വലിയൊരു ആഗ്രഹമാണെന്ന് കുഞ്ഞമ്മ പറയുന്നത്. പിന്നെ ദക്ഷി ഞങ്ങൾക്ക് അവിടെ കിടന്ന കാട്ടുപൂവൊക്കെ പറിച്ചുകൊണ്ട് തന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. നമ്മളിങ്ങനെ നോക്കി അത്രയ്ക്ക് സൗന്ദര്യമാണ് ഈ ഒരു സ്ഥലത്തിന്. നല്ല ഭംഗി. ഒത്തിരിയും പിള്ളേരും ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ. നല്ല രസമുണ്ട് കാണാൻ. വാ ഓനോ നല്ല ആൾക്കാരും അത് മേടിച്ചോളൂ. പക്ഷെ അമ്മയുടെ കൈ പിടിക്കാൻ ഓടുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് തിരിച്ച് ബാർബർ ഷോപ്പ് മുടി വെട്ടണമല്ലോ പോകാമെന്ന് കരുതി. ഈ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മയിൽ വാഹനം. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഷോപ്പിൽ വന്നേ. അന്നേരവും നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. 2 പേരോട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ വിളിച്ചു. ഇതാണ് കേട്ടോ ദക്ഷിണ മുടി വെട്ടുന്നതിന് മുന്നേ കോലം. ഇവിടെ വന്നിട്ട് സ്ഥിരമായിട്ട് മുടി വെട്ടിക്കുക. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വെട്ടുന്നത്. കാരണം പുള്ളി കാർട്ടൂൺ കണ്ടാൽ മാത്രമേ മുടി വെട്ടാൻ സമ്മതിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ അവിടെ ചൊറിയുന്നു ഇവിടെ ചൊറിയുന്നെന്നും പറഞ്ഞ് പിന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഫോണൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. പെട്ടെന്ന് മുടി വെട്ടി തരും. 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും മുടി വെട്ടുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നന്നായിട്ട് അങ്ങ് എടുക്കത്തതേ ഉള്ളൂ. വേറെ രീതിയിലൊന്നും ഇങ്ങനെ വരയ്ക്കാനൊന്നും പോകത്തില്ല. ജസ്റ്റ് ആണ് ഇങ്ങനെ ഒന്ന് നോർമലായിട്ടുള്ളൊരു ഹെയർ കട്ട് ഇങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ മുടിയൊക്കെ വെട്ടി നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് പിന്നെ കുറച്ച് നേരം പിന്നെ കുളിപ്പിക്കണമായിരുന്നു. അദ്ദേഹം മൊത്തം മുടി അവൻ ചൊറിയുന്നെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ കൊച്ചിനെ കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ ഇരുത്തി കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് ഉണ്ണിയപ്പമൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പമൊക്കെ കഴിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ.